വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന LDC, LGS, CPO എന്നിങ്ങനെയുള്ള എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. അതിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസും 150 ടോപ്പിക്സിന്റെ സീരീസും. അപ്പൊ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സസിന്റെ ഒക്കെ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം മുതലുള്ള ക്ലാസ്സുകളെല്ലാം കാണാനായിട്ട് സാധിക്കും. അത് തീർച്ചയായിട്ടും കാണാൻ പറ്റുമെങ്കിൽ കാണണം. എനിക്ക് വേണ്ടിയിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് വളരെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പല കുട്ടികളും ഇത് പ്രൂവ് ചെയ്യിച്ചിട്ടുള്ളതാണ്. അത് പ്രൂവ് ചെയ്തിട്ടുള്ള കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിന് താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് മറ്റുള്ളവർക്കൊരു എൻകറേജ്മെന്റ് അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ആണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് യൂണിവേഴ്സിറ്റി LGS മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ നമ്മളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനോടെ എടുത്ത് പഠിക്കുകയല്ല ചെയ്യുന്നത്. 10 അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ ഓരോ 10 ക്വസ്റ്റ്യനുമായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു വീഡിയോ ക്ലാസ്സിൽ 10 ക്വസ്റ്റ്യൻ അത് മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നും പഠിക്കുന്നത്. 1 മുതൽ 40 വരെയുള്ള GK ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത 10 ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ 10 ക്വസ്റ്റ്യൻ ഇതുവരെ ചെയ്തിടത്തോളം വെച്ച് വളരെ ഈസി ആയിരുന്നു. ഇനി നമുക്ക് അടുത്ത എന്താണ് ചോദ്യം എന്നുള്ളത് നോക്കാം. 41ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. പക്ഷെ PSC എന്ത് ചെയ്തു, ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയിരിക്കുന്നത് കൊണ്ട് നമ്മളത് പറയുന്നില്ല. വെറുതെ പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അടുത്തത്, കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ. നമുക്കറിയാം 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിന്റെ മീശയ്ക്കാണ്. ആണോ? അല്ല. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കായിരുന്നു? ശ്രീകുമാരൻ തമ്പിക്കാണ്. അപ്പം ഹരീഷിന്റെ മീശയ്ക്ക് ലഭിച്ചത് 2022 കേട്ടോ. അപ്പൊ ഇത് തെറ്റായ പ്രസ്താവനയാണ്. 2022 ഓടക്കുഴൽ അവാർഡ് അംബിക സുധൻ മാങ്ങാടിന് ലഭിച്ചു. തന്നിരിക്കുന്നതിനകത്ത് 2 മാത്രമാണ് തെറ്റ്. ഓപ്ഷൻ A 1 3, ഓപ്ഷൻ B 2 മാത്രം. അപ്പൊ 2 മാത്രമാണ്. പിള്ളേരെ നമ്മളോട് അവാർഡ്സ് PSC ഇങ്ങനെ പ്രസ്താവനയായിട്ടൊക്കെ ചോദിക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ എല്ലാ അവാർഡ്സുകളും ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് 2022, 2023 വർഷങ്ങളിലെ അവാർഡ്സ് പഠിക്കണം. അടുത്തത്, ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 2023 ആഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. നമുക്കറിയാവുന്നതാണ് 2023 ഓഗസ്റ്റ് 23 എന്ത് ചെയ്ത ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത്. അപ്പം ആദ്യം തന്നെ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. ഇനി നമുക്ക് അടുത്ത പ്രസ്താവനയിലേക്ക് പോകാം. ISRO ചെയർമാൻ മോഹൻകുമാർ. ISRO ചെയർമാൻ മോഹൻകുമാർ ആണോ? അല്ല. ISROയുടെ ചെയർമാൻ ആരാണ്? S സോമനാഥ് അല്ലെ? S സോമനാഥ് ആണ് ISRO ചെയർമാൻ. അത് തെറ്റായ പ്രസ്താവനയാണ്. അടുത്തത്, ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേര് വിക്രം. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ലാൻഡറിന്റെയും റോവറിന്റെയും പേര് പറഞ്ഞു. റോവർ പ്രഗ്യാനും ലാൻഡർ വിക്രവും ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്താണ്? ഇത് ശരിയായ പ്രസ്താവനയാണ്. അടുത്ത നോക്കിയേ, ചന്ദ്രയാൻ 3 മൊത്തം ചെലവ് 615 കോടി രൂപ. അതും ശരിയായ പ്രസ്താവനയാണ്. ഇനി ഓപ്ഷൻസ് നോക്കിയേ, 1 3 4 അല്ലെ? 1 3 4 ആണ് ശരി ഉത്തരം. നോക്കിയാൽ നമ്മുടെ ഓപ്ഷൻ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്, 3 ശരിയാണ്, 4 ശരിയാണ്. സോ ഓപ്ഷൻ A ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, കേരളത്തിന്റെ തനതായ നൃത്ത കലാരൂപം ഏത്? ഭരതനാട്യം, മോഹിനിയാട്ടം, തിരുവാതിര, കുച്ചിപ്പുടി. നമുക്കറിയാം മോഹിനിയാട്ടമാണ് നമ്മുടെ തനത് കലാരൂപം എന്ന് പറയുന്നത്. ഭരതനാട്യം എന്ന് പറയുന്നത് തമിഴ്നാടിന്റെയും കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിന്റെയുമാണ് അല്ലെ? തിരുവാതിര നമ്മുടെ ഇവിടെ പണ്ട് കാലം മുതലേ ആളുകൾ കളിച്ചിരുന്ന ഒരു എന്താ പറയുന്ന ഒരു കലാരൂപം എന്ന് നമുക്ക് പറയാം. അപ്പൊ ഭരതനാട്യം എന്താണ്? തമിഴ്നാടിന്റെ, മോഹിനിയാട്ടം നമ്മുടേത്, കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിന്റേത്. അടുത്തത്, അമ്മ എന്ന നോവൽ എഴുതിയത് ആര്? ഇത് 10ാം ക്ലാസ്സിലെ SCRT പുസ്തകത്തിൽ പിള്ളേർക്ക് പഠിക്കാനുള്ളതാണ്. അമ്മ. A മാക്സിം ഗോർക്കി, B ലിയോ ടോൾസ്റ്റോയ്, C ആന്റൺ ചെക്കോവ്, C D ഇവാൻ തുർഗനേവ. നമുക്കറിയാം അമ്മ എഴുതിയത് ആരാണ്? മാക്സിം ഗോർക്കി. ഒരുപക്ഷെ നിങ്ങളും പഠിച്ചിട്ടുള്ളതായിരിക്കും. ഞാൻ പഠിച്ചിട്ടുള്ളതാണ് പണ്ട് 10ാം ക്ലാസ്. ഇപ്പൊ 10ാം ക്ലാസ്സിലെ പിള്ളേർക്ക് ഇപ്പോഴും പഠിക്കാനുണ്ട്. മാക്സിം ഗോർക്കിയുടെയാണ് അമ്മ. നെക്സ്റ്റ്, 46ാമത്തെ ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയിരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനാര്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഏതാണ്? രുചിര കാംബോജി എന്നുള്ളതാണ് അല്ലെ?
അദ്ദേഹം 1987 സിവിൽ സർവീസ് ബാച്ചിലെ അഖിലേന്ത്യാ വനിതാ ടോപ്പർ ആയിരുന്നു കേട്ടോ. വനിതാ ടോപ്പർ ആയിരുന്നു. IFS ബാച്ചിലെ ടോപ്പറും ആയിരുന്നു രുചിര. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി രുചിര കാംബോജിയാണ്. അരിന്ദം ബാഗ്ചി കൂടി വന്നപ്പോ എല്ലാവർക്കും ഡൗട്ട് വരും. അരിന്ദം ബാഗ്ചി എന്ന് പറഞ്ഞാല് ജനീവയിലെ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാണ് അരിന്ദം ബാഗ്ചി. എന്താണെങ്കിലും ആ ഒരു കൺഫ്യൂഷൻ കൊണ്ടായിരിക്കാം PSC ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയിരുന്നു. അടുത്തത് ഞാനിത് ഇവിടെ പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇനി ചിലപ്പോ നമുക്ക് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കും, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ദേശീയ തലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏത് എന്നുള്ളതാണ്. ലോകായുക്ത, ഓംബുഡ്സ്മാൻ, സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ, ലോക്പാൽ. ദേശീയ തലത്തില് നാഷണൽ ലെവലില് ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ഏത്? ലോക്പാൽ. പലതവണ PSC ലോക്പാലുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തിലാണെങ്കിൽ ലോകായുക്ത വരും. അടുത്തത് 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഉദയ് ഉമേഷ് ലളിത്, ധനഞ്ജയ് വൈ ചന്ദ്രചൂഡ്, നൂത്തല പതി വെങ്കിട്ടരമണ, ശരത് അരവിന്ദ് ബോബ്ഡെ. ആരാണ് വരുന്നത്? നമുക്കറിയാം ധനഞ്ജയ വൈ ചന്ദ്രചൂഡ് അല്ലെങ്കിൽ DY ചന്ദ്രചൂഡാണ് 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. നെക്സ്റ്റ് 49ാമത്തെ ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയിരുന്നു, നമ്മൾ ഏതായാലും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് 50 ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം നമുക്ക് ഓപ്ഷൻ ഇല്ലാതെ എഴുതാൻ പറ്റും. എന്താണ്? ഹോക്കിയാണ് അല്ലെ നമ്മുടെ ദേശീയ കായിക വിനോദം. ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി, ഖോഖോ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമാണ് ഹോക്കി. 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ല അല്ലെ. കാര്യം എന്താ വെച്ചാൽ 3 ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ഒന്ന് കേരള കലാമണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് കലാമണ്ഡലത്തിന് ചാൻസലറെ പറ്റി പറയുന്നുണ്ട്. കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടാണെന്നും കലാമണ്ഡലത്തിന്റെ സ്ഥാപകർ വന്നതിലുള്ള മിസ്റ്റേക്ക് കൊണ്ട് എന്തോ ആണെന്ന് തോന്നുന്നു ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മളത് വായിച്ചിട്ടുണ്ടായില്ല 41ാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തത് ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിരം പ്രതിനിധിയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പലർക്കും ആ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുള്ളായിരുന്നു. രുചിര കാംബോജിയാണോ അരിന്ദം ബാഗ്ചിയാണോ എന്ന് തീർച്ചയായിട്ടും ഒരു ഡൗട്ട് തോന്നുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നാൽ ഇവിടുത്തെ ശരിയായ ഉത്തരം വരുന്നത് രുചിര കാംബോജി തന്നെയാണ്. അരിന്ദം ബാഗ്ചി ജനീവയിലെ ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിരം പ്രതിനിധിയായിട്ടാണ് അപ്പോയിന്റഡ് ആക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം ആ ഒരു ഡിഫറൻസ് കാരണമായിരിക്കാം എന്തോ PSC ആ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ഉണ്ട്. പിന്നെ മറ്റേതോ ഒരു ക്വസ്റ്റ്യൻ ഞാൻ മറന്നുപോയി, അതും കൂടി ഡിലീറ്റ് ചെയ്തു. അങ്ങനെ 3 ക്വസ്റ്റ്യൻ PSC ഓൾറെഡി ആ ഒരു 10 ക്വസ്റ്റ്യൻ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡിലീറ്റ് ചെയ്തത് നമ്മളങ്ങ് വിട്ടേക്കുക. പിന്നെ അരിന്ദം ബാഗ്ചിയുടെയും രുചിര കാംബോജിയുടെയും എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തി ഇനിയും നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സോ അതുകൊണ്ട് അത് നല്ല വൃത്തിക്ക് ഒന്ന് മനസ്സിലാക്കി വെച്ച് പോകേണ്ടതാണ്. അതുകൊണ്ട് മാത്രം അതെടുത്ത് പറഞ്ഞതാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വളരെ ഫെമിലിയർ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു എന്താ പറയുന്നത് ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും പറയാനേ ഇല്ല. ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് വന്നിട്ട് യൂണിവേഴ്സിറ്റി LGS മെയിൻസിനകത്ത് ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് ടഫ് എന്ന് പറയാനായിട്ടുള്ള ഇല്ല. എല്ലാം സാധാരണ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം ഞാൻ ലെക്ചേഴ്സ് എഡ്യൂട്ടിവ്സിലെ ഫ്രീ ക്ലാസ്സുകൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കാരണം നമ്മളൊരു ക്ലാസ് തരുമ്പോഴത്തേക്ക് അത്രയും കണ്ടന്റ് റിച്ച് ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കാറ്. ചിലർക്ക് ഇങ്ങനെ വളരെ പെട്ടെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് ഓർക്കും ഇവർ ചുമ്മാ വലിയ കാര്യമായിട്ടൊന്നും പറയുന്നില്ല എന്ന് ചിന്തിക്കും. പക്ഷെ നിങ്ങളിലേക്ക് ഇത്രയും ലൈറ്റായിട്ട് എത്തിക്കുക എന്ന് പറയുന്നതിൻ്റെ എഫർട്ട് വളരെ വലുതാണ്. എനിക്ക് അറിയത്തില്ല, അതിപ്പോൾ എല്ലാവർക്കും എല്ലാം ഒന്നും അറിയണമെന്നില്ലോ. എനിക്കും അറിയാത്ത ഇഷ്ടംമാതിരി ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ആ ടോപ്പിക്ക് ഞാൻ ആദ്യം ഇരുന്ന് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്കൊരു കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അത്രയും ലളിതമായിട്ടത് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും കഷ്ടപ്പാട് എടുത്തതിന് ശേഷമാണ് നിങ്ങളിലേക്ക് ഞാനിതിനെ സിമ്പിളാക്കി കൊണ്ടുവരുന്നത്. അത് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ പലരും പറയാറുണ്ട് മിസ്സിൻ്റെ സൗണ്ട് കാരണം ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് തുളച്ച് കയറി ഇങ്ങനെ നിൽക്കും, പിന്നെ ഞാൻ പറയുന്ന കാര്യം പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതെന്തോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങളെക്കൊണ്ട് ഇപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നല്ലൊരു കോൺഫിഡൻസ് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ എത്രമാത്രമായിരിക്കും നിങ്ങളുടെ കോൺഫിഡൻസ് എന്നുള്ളതും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ തരുന്ന ഈ 5 ക്ലാസ്സും അത് ആപ്പിൽ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത കുട്ടികളാണെങ്കിൽ പോലും അവരും ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. കാരണം നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് വളരെ ഒരു മാജിക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്.
നമ്മളെ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യും. വേറെ ആരെയും ഫോളോ ചെയ്യണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ റെഗുലറായിട്ട് ലെച്ചൂസ് എഡ്യൂ ടിപ്സ് റെഗുലറായിട്ട് ഫോളോ ചെയ്താൽ നല്ലൊരു മാജിക് നിങ്ങൾക്ക് അവിടെ കാഴ്ചവെക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. താങ്ക്